ഹലോ ഗൈസ്, ഇന്നത്തെ എൻ്റെ വീഡിയോ ജീവിതത്തിൽ തനിച്ചായെന്ന് തോന്നുന്നവർക്കുള്ളതാണ് കേട്ടോ. ഈ ചിന്താഗതി കൂടുതലുണ്ടാകുന്നത് 13-നും 25-നും ഇടയിലുള്ള പ്രായക്കാർക്കാണ്. കാരണം തങ്ങളുടെ ലൈഫിൽ അവർ ഫ്രണ്ട്സുമായിട്ട് കൂടുതൽ ലൈഫ് സ്പെൻഡ് ചെയ്ത് അടിച്ചു പൊളിക്കുന്ന സമയമാണ്. അതുകൊണ്ട് തന്നെ പാരൻസുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കുറയും. ഗൈസ്, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പാരൻസുമായിട്ട് നല്ല കമ്മ്യൂണിക്കേഷൻ ഉണ്ടാക്കിയെടുക്കുക. കാരണം ഈ ക്ലോസ് ഫ്രണ്ട്സ് എപ്പോഴും നമ്മുടെ ഒപ്പം ഉണ്ടാകണമെന്നില്ല. ജോലി കാരണങ്ങൾ കൊണ്ടും മറ്റ് പഠന കാരണങ്ങളും കൊണ്ടും ചിലപ്പോൾ നമ്മളെ വിട്ട് അകന്ന് നിൽക്കേണ്ട അവസ്ഥയുണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുകയെന്ന് വെച്ചാൽ ചിലപ്പോൾ നമുക്ക് ഡിപ്രഷനും മറ്റു ഇൻസെക്യൂരിറ്റി ഫീലിംഗ് ഉണ്ടാവും. അത് അവോയ്ഡ് ചെയ്ത് നിങ്ങൾ പാരൻസായിട്ട് നല്ല കമ്മ്യൂണിക്കേഷനും നല്ല എന്താ പറയുക, എന്തും തുറന്നു പറയാവുന്ന ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാക്കിയെടുക്കുക. ഒരു വിഭാഗം ഹോസ്റ്റൽ സ്റ്റുഡൻസ് ആണോ. കാരണം തങ്ങളുടെ ലൈഫിൽ ജനിച്ചപ്പോൾ തൊട്ട് ഏകദേശം 18 വയസ്സ് വരെ പാരൻസിൻ്റെ ഒപ്പം ലൈഫ് സ്പെൻഡ് ചെയ്യുന്ന ടൈമാണ്. പെട്ടെന്നാണ് അവർ പാരൻസിനെയൊക്കെ വിട്ട് അകന്ന് അന്യദേശത്ത് ജീവിക്കേണ്ടി വരുന്നത്. അപ്പോൾ അവർക്കിടയിലും ഒരു ഇൻസെക്യൂരിറ്റി ഉണ്ടാകുക. പാരൻസിനെ വിട്ട് നിൽക്കുമ്പോഴുള്ള ഡിപ്രഷനും മറ്റു ആൻസൈറ്റിയും പ്രശ്നങ്ങളും ഉണ്ടാകുക. ഗൈസ്, എൻ്റെ അഭിപ്രായത്തിൽ ഞാൻ പറയുകയാണെങ്കിൽ പാരൻസാണ് ഇതിനുള്ള ഏക സൊല്യൂഷൻ. എന്ത് പ്രശ്നം ഉണ്ടായിക്കോട്ടെ നിങ്ങൾ അവരോട് തുറന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. കാരണം അവർ നിങ്ങളുടെ ലൈഫിൽ എപ്പോഴും കൂടെ ഉണ്ടാവും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും സങ്കടത്തിലും പാരൻസ് നിങ്ങളുടെ ഒപ്പം നിൽക്കും. അതുകൊണ്ട് തന്നെ എന്ത് പ്രശ്നം ഉണ്ടായാലും അവരോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. പുതിയൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ ബൈ.